എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഞാനൊരു പുതിയ കുക്കിംഗ് ചാനൽ ആരംഭിക്കുകയാണ്. അതിൽ ചെയ്യുന്ന കുക്കിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുകയും ചെയ്യണം. തീർച്ചയായും നല്ല നല്ല വിഭവങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നതായിരിക്കും. എൻ്റെ കന്നി വീഡിയോ ആണ്. നമുക്കിനി കുക്കിങ്ങിലോട്ട് പോകാം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടപ്രഥമനാണ്. കാരണം ഞാൻ എൻ്റെ പുതിയ ഫസ്റ്റ് ചാനലാണ്. എപ്പോഴും നമ്മൾ ഏത് കാര്യം തുടങ്ങിയാലും മധുരം കൊടുക്കണമെന്നുള്ളതാണല്ലോ നമ്മളെല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നല്ലൊരു അടപ്രഥമനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. 10 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിലേക്കായി ഞാൻ ഇതിൽ ചേർക്കുന്ന വിഭവങ്ങൾ: ശർക്കര 1/2 കിലോ, 1.5 തേങ്ങയുടെ ഫസ്റ്റ് 1-ാം പാല്, 200 ഗ്രാം അട, കുറച്ച് അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, തേങ്ങാക്കൊത്ത്. ഇതെല്ലാം ഞാൻ ബട്ടറിലാണ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഒരു 50 ഗ്രാം ചവ്വരി. ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏലക്ക, കുറച്ച് പഞ്ചസാര, ചുക്ക്, ഇത് പൊടിച്ചതാണ്. ഇത് മിൽക്ക് മെയ്ഡ്, അത് ആവശ്യത്തിന് നമുക്ക് എടുക്കാം. ബട്ടർ. ഇത്രയും സാധനങ്ങളാണ് ഞാൻ അടപ്രഥമനിലേക്ക് ചേർക്കുന്നത്. ഞാൻ പ്രഥമനിലോട്ട് കടക്കുകയാണ്. ഒരു സ്റ്റീൽ ചരുവം വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ ചേർക്കുകയാണ്. അതിൽ ബട്ടർ മെൽറ്റായതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന അട ഞാൻ അതിലോട്ട് ചേർക്കുകയാണ്. അതൊന്ന് ആ നെയ്യിലോട്ട് വഴറ്റിയതിന് ശേഷം അതൊന്ന് ശകലം ചുമന്ന് വരുന്നത് വരെ ഒന്ന് വഴറ്റുക. ഇത് ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ശർക്കര ഉരുക്കിയതിന് ഒഴിക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് കിടന്ന് കുറച്ച് ഒന്ന് വറ്റി വരണം. നമ്മുടെ ശർക്കര പാനീയവും അടയും കൂടെ നന്നായിട്ട് വെന്ത് വരികയാണ്. അടയും കൂടെ ചേർന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഞാൻ 50 ഗ്രാം ചവ്വരി വേവിച്ച് വെച്ചിരുന്നതും കൂടെ ഇതിലോട്ട് ചേർക്കുകയാണ്. ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. ചവ്വരി അടയും കുറച്ചുകൂടെ വേകുന്നവരെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൽ ഉരുക്കിയ ശർക്കരയും ചവ്വരിയും അടയും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1-ാം പാൽ ചേർക്കുകയാണ്. തേങ്ങാപ്പാലാണ് ഞാനിതിൽ എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാലിൻ്റെ 1-ാം പാലാണ് ഒഴിച്ചത്. അതിനുശേഷം ഉണക്കമുന്തിരിയും വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും തേങ്ങ കൊത്തി ഇടുകയാണ്. 1 സ്പൂണ് മിൽക്ക് മെയ്ഡ് അതിൽ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് അടപ്രഥമൻ ഞാൻ ഓഫ് ചെയ്യുകയാണ്. നമ്മുടെ അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. തീർച്ചയായും
നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്യുകയാണ്. മധുരമെല്ലാം കറക്റ്റാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നെ തീർച്ചയായും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.